ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാനിപ്പോൾ ടെറസിലാട്ടിരിക്കുന്നത് കണ്ടോ. കാരണം എന്താ വെച്ചാൽ രാവിലെ എന്തോ ഫ്രഷായി താഴെ ഇറങ്ങിയപ്പോഴേക്കും അമ്മ പറഞ്ഞു ഇവിടെ കുറേ തുണി ഉണങ്ങാട്ടുണ്ട്. ഇന്ന് ആകുമ്പോൾ കുറച്ച് മഴയില്ലാത്തൊരു വെതറാണ്. അപ്പോൾ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാൻ പറഞ്ഞു. ഇവിടെ തുണിയൊക്കെ നമുക്ക് ഉള്ളിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതാണ് തന്നെ പണി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ തുടങ്ങിയാലോ. ഓക്കേ. അപ്പോൾ തന്നെ ഞാൻ അവിടെ വിരിച്ചിട്ട് തുണിയൊക്കെ എടുക്കാം കേട്ടോ. ഉണങ്ങാത്തത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊക്കെ കൊണ്ടുപോയി ഉള്ളിൽ വിരിച്ചിടാണ്. എൻ്റെ ശബ്ദം ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന കരുതി ആരൊന്നും വിചാരിക്കേണ്ട. നല്ല തൊണ്ടവേനയും പിന്നെ ഒരു കോൾഡൊക്കെ ഉണ്ട്, അതുകൊണ്ടാട്ടോ ശബ്ദം ഇങ്ങനെ. അപ്പോൾ അതാ നമ്മൾ പിന്നെ ഒരു ബക്കറ്റ് നിറയെ തുണികൾ വിരിക്കാനുണ്ട്. അങ്ങനെ ഞാനതൊക്കെ കൊടുന്ന് പയ്യെ വിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു എന്താ പറയുക, വെയിലായിരുന്നു. മഴക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനുണ്ടല്ലോ വിരിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് ആ മഴ ചാറാൻ തുടങ്ങി. ഭാഗ്യത്തിനൊരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും വീണ്ടും വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിന്ന് രാവിലെ തന്നെ പുറത്ത് പോകാനുണ്ട്. എൻ്റെ ഒരു കസിൻ്റെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ ഇന്നലെ 2 ഡ്രസ്സ് വാങ്ങി. അതെൻ്റെ വീട്ടിൽ ഇഷ്ടമായില്ല. അപ്പോൾ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 10 മണി ആയിട്ടുണ്ട്. സാധാരണ സൺഡേസ് അറിയാമല്ലോ, ഞാനൊരു എല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും കുളിക്കുമ്പോൾ ഒരു 3 മണി 2 മണിയൊക്കെ ആവും. ഉച്ചത്തെ ഭക്ഷണമൊക്കെ തന്നെ ഞാൻ കുളിക്കുക. അപ്പോൾ പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കുളിക്കണം. അപ്പോൾ ഇന്ന് ഷാമ്പൂ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സൺഡേസാണ് പൊതുവേ ഞാൻ ഷാമ്പൂ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുക ഈ ഒരു ഓയിലാണ്, അലോവേര. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ ഫ്ലവർ ഷോ ഉണ്ടാവും, അപ്പോൾ അവിടെ വരുന്നത് കേട്ടോ. ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തലയിൽ താരനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇവരൊരു ഷാമ്പു തട്ടോ. ഷാമ്പു ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഷാമ്പു. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടൊരു 3 ദിവസത്തേക്ക് ഒരു 20 മിനിറ്റ് തലയിൽ നമ്മൾ ഓയിൽ ചെയ്തതിന് ശേഷം ഈ ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയണം. അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് മുടിയൊക്കെ ഒരു കുറച്ച് നനവുള്ളൊരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ നമ്മുടെ ചീർപ്പില്ലേ അതിൽ ഈ ഒരു എണ്ണ കുറച്ചാക്കിയിട്ട് മുടി ചെയ്യണം. അങ്ങനെ 3 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 20 മിനിറ്റൊക്കെ തേച്ചതിന് ശേഷം അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓഫ് ഓയിലിൽ യൂസ് ചെയ്താൽ മതി. പക്ഷെ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് താരനായാലും പിന്നെ പാൻ ശല്യം എനിക്കുണ്ടായിരുന്നു. ഹോസ്റ്റലിലൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഭയങ്കര ചേഞ്ച് തോന്നി. അപ്പോൾ ഇത് ഞാൻ നെക്സ്റ്റ് ഫ്ലവർ ഷോ വന്നപ്പോഴാണ് വാങ്ങിയത്. ഇപ്പം ഞാൻ അവരുടെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കഴിഞ്ഞവരോട് വിളിച്ച് പറയുന്നവർ നമുക്ക് വീട്ടിലേക്ക് കൊറിയർ അയച്ചു തരും. അപ്പോൾ നമുക്കിനി ഓയിൽ ചെയ്യാൻ മുടി ഒന്ന്. ഒരു വയലറ്റ് കളറാട്ടോ, കണ്ടില്ലേ? ഇതാണ് ഇങ്ങനെ കളർ. മണം കുഴപ്പമില്ല കേട്ടോ. ഒരു ഉള്ളിയുടെ ഒക്കെ പോലത്തെ ഒരു മണം, അങ്ങനത്തെ നല്ലൊരു മണമാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഓയിൽ ചെയ്യണം. ഞാൻ മുടിയിൽ എണ്ണയൊക്കെ തേച്ചു കേട്ടോ, കണ്ടില്ലേ പറ്റിയിരിക്കണേ. അപ്പോൾ ഞാൻ മുടി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ട്. നമുക്ക് ഡ്യൂട്ടിക്ക് ഒരാളെ കോട്ട് ഞങ്ങൾ വീക്ക്ലി ആട്ടോ വാഷ് ചെയ്യുള്ളൂ. എല്ലാ സാറ്റർഡേയ്സ് വീട്ടിൽ കൊണ്ടുവരും, സൺഡേ വാഷ് ചെയ്തിട്ട് മൺഡേ തിരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അപ്പോഴേക്കും തലയിൽ എണ്ണ നന്നായി പിടിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വാഷ് ചെയ്ത് വന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ച് വേണം പോകാൻ. അപ്പോൾ വേഗം പോയിട്ട് തിരുമ്പിയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ തിരുമ്പാൻ വേണ്ടി ഇറങ്ങുക കേട്ടോ. അപ്പോൾ മഴ പെയ്യണോണ്ട് ഞാൻ തലയിൽ ഇങ്ങനെ ഒരു കവറൊക്കെ ഇട്ടിട്ടാണ് തിരുമ്പാൻ ഇറങ്ങിയത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വേഗം ഞാൻ കുളിച്ചിറങ്ങിയിട്ടുണ്ട്. നമുക്ക് വേഗം ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ തന്നെ ഒരു 10:30 ആയിട്ടുണ്ട് സമയം. നൂൽപ്പിട്ടും മുട്ടക്കറിയും പിന്നെ തലേദിവസം ചിക്കൻ വറുത്തതും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൂൽപ്പിട്ടിൻ്റെ ഒറിജിനൽ അച്ച് കാണാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വലിയ അച്ചിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നൂഡിൽസിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നൂൽപ്പിട്ടിന്. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചതിന് വേഗം റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ അച്ഛനുട്ടി കാറിലാണ് പോകുന്നത്. അപ്പോൾ മഴ കുറച്ചീശെ ഇങ്ങനെ ചാറിനുണ്ടായിരുന്നു. അങ്ങനെ കുന്നംകുളത്ത് ബ്രാൻഡ് സൂക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാട്ടോ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ മാറ്റാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വാങ്ങിയത് ഒരു കാഷ്വൽ വെയർ ആയി പോയി. കുറച്ചുകൂടി ആഡംബരമുള്ള ഡ്രസ്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടോ, ബർത്ത്ഡേ ഒക്കെ അല്ല. അങ്ങനെ അത് മാറ്റി വാങ്ങി പോകണ വഴിയിലൊരു പള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പള്ളിയിൽ മെഴുകുത്തിരി കത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കത്തിച്ചു. അപ്പോൾ ഈ ഒരു 2 ഡ്രസ്സാട്ടോ ഞങ്ങൾ വാങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. കുറേ ഉണങ്ങിയ തുണി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. ഇത് ഞാൻ പറ്റുമ്പോഴൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ എൻ്റെ അൽമാര. അപ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അത് നമുക്ക് വേറെ സാവാല്ലേ. അങ്ങനെ ഒരു 5:30 ആയപ്പോഴേക്കും ഞാനും അമ്മയും അച്ഛനും അനിയനും കൂടി തറവാട്ടിലോട്ട് പോകാട്ടോ. അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനാണ്. ചേട്ടൻ കപ്പലണ്ടി വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങി ആളോട് കുറച്ചേരം സംസാരിച്ചിട്ട് നേരെ തറവാട്ടിലോട്ട് പോയി. അപ്പോൾ അത്യാവശ്യം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ഒരു അറ്റകുറ്റപ്പണികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ കസിൻ ഉണ്ട് കേട്ടോ. ആൾ തന്നെയാണ് കേക്കും പിന്നെ ഡോണറ്റ്സും എല്ലാം ഉണ്ടാക്കിയത്. കപ്പ് കേക്ക് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റ്ലാസ് നമ്മുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഇതാട്ടോ അവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിള്ളേരെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ പാട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതാട്ടോ നമ്മുടെ ഉണ്ണി. ഇവളുടെ ചേച്ചിയുണ്ട് ആരാധ്യ. അവൾക്കാണെങ്കിൽ ഗിഫ്റ്റ് പൊട്ടിക്കണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചു. അങ്ങനെ അവൾക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ
അങ്ങനെ ബിരിയാണിയും എല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് പേരായിട്ട് ഇറങ്ങാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു 10 മണിയൊക്കെയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ വീട്ടിലിട്ട് വേഗം റെഡി വേഗം ഓടി ബിഗ് ബോസ് കണ്ടില്ല സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പ്രാർത്ഥിച്ച് കിടക്കാൻ പോയിട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ടാറ്റാ.